കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെ ഇരുമ്പ് ഫ്രെയിം തകർന്നു വീണു. ഒരു തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശിയാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കുണ്ട്. മോസിന അസു ചേരുന്നുണ്ട്. മോസിന, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? മറ്റു വിവരങ്ങൾ. ധന്യ, കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ സ്കഫോൾഡ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇരുമ്പ് തൂണുകൾ, ബലമുള്ള ഇരുമ്പ് തൂണുകളാണ് ഇന്ന് രാവിലെയോടുകൂടി തകർന്നു വീണത്. 5 തൊഴിലാളികളാണ് ഈ സമയത്ത് അവിടെ ഈ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ 5 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഏറ്റവും അടിയിൽ, ഈ തൂണുകൾക്ക് അടിയിൽ പെട്ടുപോയ ഒരാളാണ് മരിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് എത്തി പുറത്തേക്ക് എടുത്തുവെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായി എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായത്. ബീഹാർ സ്വദേശിയാണ് എന്നുള്ള വിവരമാണുള്ളത്. പേര് വിവരങ്ങളടക്കം നമുക്ക് ഉടൻ തന്നെ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കടുത്ത വേനൽ കൂടിയായതുകൊണ്ട് 11 മണിക്ക് മുൻപ് രാവിലത്തെ ജോലികളെല്ലാം ചെയ്ത് തീർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിരാവിലെ തന്നെ ഈ തൊഴിലാളികളെല്ലാം തന്നെ ഇവിടെ എത്തി ഈ ജോലിയിൽ മുഴുകുകയായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിൽ പെയിന്റ് വർക്കുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ സ്കഫോൾഡ് നിർമ്മിച്ച് അതിന് മുകളിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്നു. താഴെ നിന്നാണ് ഒരു തൂണ് ഇളകി പോരുകയായിരുന്നു. പിന്നീട് എല്ലാം കൂടി മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. 5 തൊഴിലാളികൾ ഇതിനടിയിൽ പെടുകയും അതിനുശേഷം ഇത്തരത്തിലൊരു ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം ഉണ്ടായി എന്നുള്ള വിവരം കൂടിയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ മറ്റ് ആളുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മറിഞ്ഞിരിക്കുകയായിരുന്നു. 4 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ 2 പേരുടെ നില അല്പം ഗുരുതരമായിരുന്നു. 2 പേര് വലിയ പരിക്കൊന്നുമില്ല. അപ്പോൾ അവർ നമ്മളിവിടെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഈ കൊണ്ടുപോയതിൽ 4-ൽ 2 പേർ, ഒരാളുടെ നില ഇത്തിരി ഗുരുതരമാണ്. ഐസിയുലാണ്, നിലവിൽ ഐസിയുലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാവരും പൂർണ്ണമായിട്ട് നമ്മളിവിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, നിലവിൽ ഇപ്പോൾ ആരും കുടുങ്ങിയിട്ടില്ല. 5 പേരെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ ഡെത്ത് കൺഫേം ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ളൂ. നിലവിൽ ആൾ ഐസിയിലാണെന്ന് പറഞ്ഞു. സൺറൈസ് ഹോസ്പിറ്റലിൽ ഐസിയിലാണെന്നാണ് അറിയുന്നത്. ഇതിപ്പോൾ സംഭവം ഉണ്ടായത് എന്താണ് ശരിക്കും അപകടം ഉണ്ടായത്? ഇതിപ്പോ ലുലു IT ഇൻഫ്രാ ബിൽഡിന്റെ അതിന്റെ ഒരു ഫൈനൽ വർക്ക് നടക്കുകയാണ്. ആ ബിൽഡിംഗ് 150 മീറ്ററോളം ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ്. അതിന്റെ ഫൈനൽ വർക്ക് നടക്കുകയാണ്. സീലിംഗ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ സീലിംഗ് വർക്കിന് വേണ്ടി ചെയ്ത സ്കാഫോൾഡാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. അതിൽ 5 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ അതിൽ 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരുടെ നില ചെറുതായിട്ട് ഗുരുതരമായതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തു. സൺറൈസ് ഹോസ്പിറ്റലിലാണ്. അതിൽ നിലവിലിപ്പം ആർക്കും അങ്ങനെ ഡെത്തൊന്നും കൺഫേം ചെയ്തിട്ടില്ല. ഒരാളുടെ നില മാത്രമാണ് ഇപ്പം ഗുരുതരമായിട്ട് ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇല്ല, അതെല്ലാം അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അതെ, മലയാളീസ് ആരുമില്ല. ഇല്ല, നിലവിൽ അതിപ്പം പൂർണ്ണമായിട്ടും ഫ്രെയിം തകർന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്രെയിനിന്റെ സഹായത്താൽ അത് ഉയർത്തിയിട്ടാണ് ആളെ നമ്മൾ റെസ്ക്യൂ ചെയ്തത്. അത് നിർമ്മാണം അതെല്ലാം ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ ഈ ഫൈനൽ ഈ സ്കാഫോൾഡിന്റെ വിഷയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. തൊഴിലാളികൾക്കെല്ലാം ചെയ്യേണ്ടതാണല്ലോ. അതെ.